ജീവിച്ചിരുന്നപ്പോൾ സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്നിട്ടും ആഘോഷിക്കപ്പെടാതെ എന്നാൽ മരണശേഷം ആഘോഷിക്കപ്പെട്ട ഒരു കലാകാരി. സിൽക്ക് സ്മിതയെ പോലെ ഈ വിശേഷണത്തിന് അനുയോജ്യമായ മറ്റൊരാൾ തെന്നിന്ത്യൻ സിനിമയിൽ അപൂർവമായിരിക്കും. ഇന്നും പകരം വയ്ക്കാനില്ലാത്ത സാന്നിധ്യമായ ഈ കലാകാരി ജീവിതത്തിന്റെ ബിഗ് സ്ക്രീനിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 28 വർഷം. ദാരിദ്ര്യം കൊണ്ട് 4-ാം വയസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന ആളാണ് സ്മിത. വിജയലക്ഷ്മി എന്നായിരുന്നു ശരിക്കുമുള്ള പേര്. ആന്ധ്രാപ്രദേശിലെ എല്ലൂർ സ്വദേശിനിയായ വിജയലക്ഷ്മി പിന്നീട് അക്കാലത്ത് തെന്നിന്ത്യൻ സിനിമയുടെ തന്നെ കേന്ദ്രമായിരുന്ന മദ്രാസിലെ കോടമ്പാക്കത്തേക്ക് എത്തി. 1978 ഒരു കന്നഡ ചിത്രത്തിൽ മുഖം കാണിച്ചാണ് സിനിമയിലെ അരങ്ങേറ്റം. 1979 വണ്ടിച്ചക്രം എന്ന തമിഴ് ചിത്രത്തിലെ സിൽക്ക് എന്ന കഥാപാത്രമാണ് കരിയർ ബ്രേക്ക് ആയത്. സ്മിതയുടെ സാന്നിധ്യം സിനിമകൾക്ക് മിനിമം ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു കാലമാണ് പിന്നീടുണ്ടായത്. സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളിൽ പോലും സിൽക്ക് സ്മിത ഒരു അവിഭാജ്യ ഘടകമായി മാറി. ഒരു ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോലും സിൽക്ക് സ്മിത അന്ന് വാങ്ങിയത് അതത് ചിത്രങ്ങളിലെ നായികമാരെക്കാൾ കൂടുതൽ പ്രതിഫലമാണ്. 1.5 പതിറ്റാണ്ട് കാലം സിൽക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളായി മാറി. മാദകത്വമുള്ള ശരീരം കൊണ്ടുള്ള അനായാസ ചുവടുകളും കണ്ണിലെ കനൽ കൊണ്ടും തിരശ്ശീലയിൽ തീ പൊഴിച്ച സ്മിത 17 വർഷം കൊണ്ട് അഭിനയിച്ചത് 450-ലേറെ സിനിമകളാണ്. സിൽക്ക് കടിച്ച ആപ്പിളിന് പോലും പൊന്നും വിലയിട്ട തരത്തിലുള്ള ഒരു ആരാധക കൂട്ടം അന്ന് മറ്റൊരു താരത്തിനും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സ്വയം മരണം തിരഞ്ഞെടുത്തപ്പോൾ അവരുടെ മൃതദേഹത്തിന് ചുറ്റും തടിച്ചുകൂടാൻ പക്ഷെ ആരും ഉണ്ടായില്ല. 1996 സെപ്റ്റംബർ 23 കോടമ്പാക്കത്തെ വസതിയിലാണ് സ്മിതയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ എന്ന വിവിധ പരിശോധനകൾ തെളിയിച്ചെങ്കിലും പക്ഷേ എന്തിന് എന്ന ആ ചോദ്യത്തിന് തൃപ്തികരമായ ഒരു ഉത്തരം അന്നും ഇന്നും ഉണ്ടായിരുന്നില്ല. സിൽക്ക് സ്മിതയുടെ ഡേറ്റിനായി ക്യൂ നിന്നവരും ചിത്രങ്ങൾ കാണാൻ ആദ്യ ദിനം തിയേറ്ററിൽ തിക്കും തിരക്കും കൂട്ടിയവരും അവരെ ഒരു നോക്ക് അവസാനമായി കാണാൻ പോലും എത്തിയില്ല. ഒരു അനാഥ ശവം പോലെ അവർ മദ്രാസ് നഗരത്തിൽ എവിടെയോ അലിഞ്ഞു ചേർന്നു. ഒരു വ്യക്തി എന്ന നിലയിലും കലാകാരി എന്ന നിലയിലും സിൽക്ക് സ്മിത പരിഗണിക്കപ്പെട്ടു തുടങ്ങിയിട്ട് അധികകാലമായിട്ടില്ല. ഹിന്ദിയിലും കന്നഡയിലും മലയാളത്തിലും സ്മിതയുടെ ജീവിതം പ്രചോദനമായ സിനിമകൾ വന്നു. ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്ന ആ ജീവിതം പെട്ടെന്ന് അവസാനിപ്പിക്കാനുണ്ടായ കാരണം മാത്രം ഇന്നും പ്രേക്ഷകർക്ക് അജ്ഞാതമാണ്.